എഴുത്തുകാരെ സംബന്ധിച്ചോളം ഇത്തരം വിഷയങ്ങളിൽ അവർക്ക് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ വിയോജിപ്പ് അറിയിക്കാനുള്ള ഏറ്റവും ശക്തമായ ഒരു മാർഗമെന്ന നിലയ്ക്ക് കാലാകാലങ്ങളായി സ്വീകരിച്ചു പോകുന്ന ഒരു മുറയാണിത്. പറയുന്നത് ആരാണെന്ന് കൂടി നോക്കണം. പ്രണബ് മുഖർജി ഈസ് ദ ബെസ്റ്റ് പ്രൈം മിനിസ്റ്റർ വി നെവർ ഹാഡ്. ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് മേളിൽ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള, ഇന്ത്യയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ മന്ത്രിസ്ഥാനങ്ങളും വഹിച്ച, ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സീനിയർ മോസ്റ്റ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായ പ്രണബ് മുഖർജി പറയുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ സർദാർ പട്ടേലിനെ പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ ആദരിക്കപ്പെടുന്ന ഒരു ഫിഗർ ആയിരിക്കും പ്രണബ് മുഖർജി. അദ്ദേഹം പറയുകയാണ്, രാജ്യത്ത് പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് ആരും പറയുന്നില്ല, ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ആരും പറയുന്നില്ല, പക്ഷെ അതിന്റെ പേരിൽ പ്രതിഷേധിക്കേണ്ട രീതി ഇതല്ല, എല്ലാവരും ഇത് ഗൗരവമായി എടുക്കുമെന്ന് കരുതുന്നു. 3, നിങ്ങൾ നരേന്ദ്രമോദിയെ കല്ലെറിഞ്ഞോളൂ, ഈ രാജ്യത്തെ ഹിന്ദു സമൂഹം മുഴുവൻ വർഗീയവാദികളാണെന്ന് വാദിച്ചോളൂ, പ്രശ്നമില്ല. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തെ ഇൻടോളറന്റ് എന്ന് മുദ്ര കുത്തുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ വിലയാണ് ഇടിയുന്നത്, ഈ രാജ്യത്തിന്റെ വിലയാണ് ഇടിയുന്നത്. 1, 2, 3 സംഭവങ്ങളുടെ പേരിൽ 125 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ എല്ലാവരും അസഹിഷ്ണുതയുള്ളവരാണ്, പ്രശ്നങ്ങളുള്ളവരാണ് എന്നൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വിശാലാർത്ഥത്തിൽ കുറെ കൂടെ സത്യസന്ധമായി പറയാം, ഇന്റർനാഷണൽ ലെഫ്റ്റിനോട് ചേർന്ന് ഗാർഡിയനോടും ഇൻഡിപെൻഡന്റിനോടും അടക്കമുള്ള പത്രങ്ങളോട് ചേർന്നുകൊണ്ടു ഇങ്ങനെ ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്യുന്നത് ഇന്ത്യയെ മോശമാക്കലാണ്. നമ്മുടെ ഇടയിൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ ഡിബേറ്റ് ചെയ്ത് തീർക്കണം, അതാണ് വേണ്ടത്. ഏറ്റവും പ്രധാനം പ്രണബ് മുഖർജി പറഞ്ഞ വാക്കാണ് ബാലൻസ്. ഇവർക്ക് ബാലൻസ് ഇല്ല എന്ന് പറയാതെ പറയുകയാണ് പ്രസിഡന്റ് ചെയ്തത്. ഇന്ത്യയിലെ ആദ്യ പൗരനായ ഫസ്റ്റ് സിറ്റിസൺ ആയ പ്രണബ് മുഖർജി ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രതിഷേധക്കാർക്ക് ബാലൻസ് ഇല്ല, ബാലൻസ് നഷ്ടപ്പെട്ടു. കുറെ കൂടെ ബാലൻസിന്റെ ഭാഷയിൽ, സംവാദത്തിന്റെ ഭാഷയിൽ, ഡിബേറ്റിനും ഡിസ്കഷനും വരുന്നതിന് പകരം അവർക്ക് മാത്രം മനസ്സിലാകും, അവർക്ക് മാത്രമാണ് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ സംരക്ഷണത്തിന്റെ ചുമതല എന്നുള്ള ഭാവത്തിൽ ബാക്കി എല്ലാവരും വർഗീയവാദികളും ഞങ്ങൾ സ്വർഗീയവാദികളും എന്നുള്ള ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നതിനെ അദ്ദേഹം വർഗീയവാദി എന്നാരും പറയില്ലോ. കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവാണ്, ഒരുപക്ഷെ സോണിയ മാഡം കഴിഞ്ഞിരുന്നെങ്കിൽ പ്രധാനമന്ത്രിയാവുന്ന വ്യക്തിയാണ്. ആ പ്രണബ് കുമാർ മുഖർജി പറഞ്ഞതെങ്കിലും ഗൗരവത്തോടെ എടുത്തുകൊണ്ട് ഈ രാജ്യത്തിലെ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ ചർച്ച ചെയ്ത് തീർക്കാം എന്നൊരു സമീപനത്തിലേക്ക് ഈ എഴുത്തുകാർ, ഈ ഒരു വിഭാഗം ശ്രദ്ധിക്കേണ്ടത് സംവാദത്തിന്റെ വഴി എവിടെയാണ് ഇവിടെ സാധ്യമാവുക എന്നതാണ്. നിഷാദ് പറഞ്ഞ ആ ഒരു കാര്യം കറക്റ്റാണ്. പ്രത്യേകിച്ച് സാധ്വി പ്രാച്ചിയെ പോലെ, അവര് ബി.ജെ.പിയുടെ ആരുമല്ല, എന്നിരുന്നാലും സാധ്വി പ്രാച്ചിയെ പോലെ, സാക്ഷി മഹാരാജിനെ പോലെ, യോഗി ആദിത്യനാഥിനെ പോലുള്ളവരുടെ വായിൽ നിന്ന് അനാവശ്യം, അല്ലെങ്കിൽ വിജയവർഗീയെ പോലുള്ളവരുടെ വായിൽ നിന്ന് അനാവശ്യ തീവ്രത തുളുമ്പുന്ന, ഒരിക്കലും ഒരു ഇന്ത്യക്കാരനും സ്വീകരിക്കാൻ കഴിയാത്ത വാക്കുകൾ വന്നു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ അരുൺ ജെയ്റ്റ്ലിയെ പോലുള്ളവർ, രവിശങ്കർ പ്രസാദിനെ പോലുള്ളവർ, അല്ലെങ്കിൽ അനുപം ഖേറിനെ പോലെ ഒരു പാർട്ടിയിലും പെടാത്തവർ, രാജ്യത്തിലെ മുതിർന്ന ആൾക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്, സംവാദത്തിന് തയ്യാറാണ്, ഡിബേറ്റുകളിലേക്ക് വരൂ. ഈ നാഷണൽ മീഡിയ ചാനലിലെല്ലാം തന്നെ നമ്മുടെ ലെഫ്റ്റ് ലിബറൽ ഇന്റലിജൻസിക്ക് വലിയ സ്വാധീനമുള്ളതാണല്ലോ. ലുട്ടിയൻസ് ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ഇന്റലക്ച്വൽസ് വർക്കാണല്ലോ. എന്തുകൊണ്ടൊരു സംവാദത്തിലേക്ക് വരുന്നില്ല എന്നതിനപ്പുറം ഈ രാജ്യം മുഴുവൻ അസഹിഷ്ണുതയിലേക്ക് നീങ്ങുകയാണ്. ജർമ്മനിയുടെ ഹിറ്റ്ലറാണിത്, ജൂതന്മാരുടെ അവസ്ഥ ഇവിടുത്തെ ഒരു സമുദായത്തിന് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് അനീതിയാണ്, ഈ രാജ്യത്തോട് അന്യായം ചെയ്യില്ല. എഴുത്തുകാരെന്നെല്ലാം പറയണ്ട, എല്ലാ എഴുത്തുകാരും ഇല്ല, എത്രയോ പ്രമുഖ എഴുത്തുകാർ ഇതിന്ന് വിട്ടുനിന്നു, വിയോജിപ്പ് പ്രകടിപ്പിച്ചു. കേരളത്തിലെ തന്നെ എത്രയോ പ്രമുഖ എഴുത്തുകാർ ഇവർ ചെയ്ത പാത ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് ഇടത് ചാഞ്ഞു നിൽക്കുന്ന എഴുത്തുകാരെന്ന് സത്യസന്ധമായി നമ്മൾ പറയണം. 2, പാറക്കടവ് സാറിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങയ്ക്ക് മാത്രമല്ല സെക്കുലറിസ്റ്റിൽ വിശ്വാസമുള്ളത്, എനിക്കും സെക്കുലറിസ്റ്റിൽ വിശ്വാസമാണ്. ആ മതേതരത്വവും മതസൗഹാർദ്ദവും നിലനിർത്തണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. അങ്ങ് ദേശീയവാദി എന്നതുപോലെ ഞാൻ മതേതരവാദിയും കൂടിയാണെന്ന് മറക്കരുത്. 3, പ്രശാന്ത് പൂജാരി കൊല്ലപ്പെട്ടു മൂദ്ബിദ്രിയിൽ, ഈ കർണാടകയിൽ. ഈ പറയുന്ന ആരെങ്കിലും ഒരു ട്വീറ്റോ ഒരു വരിയോ എങ്കിലും പറഞ്ഞോ? പോട്ടെ, ഈ കേരളത്തിൽ എല്ലാ മീഡിയയും കവർ ചെയ്തതാണ്. എന്റെ കാർ ബീഫ് ഫെസ്റ്റിവലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എന്റെ കാർ തല്ലിപ്പൊളിച്ചു. ഈ പറയുന്ന പുരോഗമന പ്രസ്താവനക്കാരെങ്കിലും, ഈ പറയുന്ന പ്രസ്ഥാനക്കാരെങ്കിലും ഒരു വാക്കെങ്കിലും പറഞ്ഞോ? അപ്പൊ ഇതൊരു ചെറിയ ഭാഗത്താണ്. നിഷ്പക്ഷമായി ചോദിക്കട്ടെ, ശ്രീ നിഷാദ് അന്ന് എന്നെ വിളിച്ചിരുന്നു, റിപ്പോർട്ടർ ചാനൽ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. എന്റെ വിഷയത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഞാനൊരു മുസ്ലിം സമുദായത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നെങ്കിൽ ഈ ഇടതുപക്ഷക്കാർ ഈ നാട്ടിൽ ബന്ധു വർത്താലും വിളിക്കില്ലായിരുന്നോ ഈ ഒരു ബീഫ് വിഷയത്തിൽ അങ്ങനെ ഒരാളുടെ കാറ് തല്ലി പൊളിച്ചിരുന്നെങ്കിൽ? അപ്പോൾ ഇതൊരു പ്രത്യേക വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള ബിൽഡപ്പ് ആണ് എന്ന് മനസ്സിലാക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ. പക്ഷെ അങ്ങ് പറഞ്ഞ ഒരു കാര്യം സമ്മതിക്കുന്നു, ഒരു അസഹിഷ്ണുത വളർന്നു വരുന്നുണ്ട്, ഒരു ഹിന്ദു ഫാർ റൈറ്റിന്റെ ശബ്ദം അനാവശ്യമായി ഉയരത്തിൽ വരുന്നുണ്ട്. അവരെ നമുക്ക് ഡിബേറ്റ് ചെയ്ത് തോപ്പിക്കാം. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് 2 ദിവസം മുമ്പ് നടന്നത്. ഗോഡ്സെക്ക് വേണ്ടി ഒരു ബലിദാന ദിവസവും ഗോഡ്സെ ആഘോഷിക്കണം എന്ന് പറയുന്നു. തീർച്ചയായും ചെയ്യാൻ പാടില്ല. ഈ രാജ്യത്തിന്റെ അടിസ്ഥാനം ഗാന്ധിയൻ ദർശനമാണ്. മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്, അതിലൊന്നും ആർക്കും തർക്കമില്ല. അപ്പോ
തീവ്ര വലതിലേക്കോ തീവ്ര ഇടതിലേക്കോ പോകാതെ സംവാദത്തിന്റെ ഭാഷയിൽ നമുക്ക് ഈ കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാം എന്നൊരു നിലപാടും നയവുമല്ലേ സ്വീകരിക്കേണ്ടത്? ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിച്ചാൽ എന്നും ഈ ഹിന്ദു റൈറ്റ് എന്ന് വിളിക്കുന്ന പട്ടേൽ അടക്കം അവിടെ നിന്ന് വലത്തോട്ട് പോകുന്ന ശക്തികൾക്കായിരുന്നു എന്നും ഒരു അപ്പർ ഹാൻഡ്. ഗാന്ധിജിയാണ് ഒരു വലിയ പരിധിവരെ ഇത് ബാലൻസ് ചെയ്ത് നിർത്തിയിരുന്നത്. പട്ടേലിനും കൃപലാലിനിക്കും ശേഷം മാത്രമാണ് നെഹ്റുവിന് പ്രൈം മിനിസ്റ്റർ ആവാനുള്ള സ്ഥാനം കിട്ടിയിരുന്നത്. പക്ഷേ ഒരു ബാലൻസിംഗ് ആക്ട് എന്ന രീതിയിൽ ഒരു ലെഫ്റ്റിൽ നിന്ന് നെഹ്റുവിനെയാണ് ഗാന്ധിജി പ്രൈം മിനിസ്റ്ററായി കൊണ്ടുവന്നത്. അപ്പൊ എന്നും ഗാന്ധിയൻ ഒരു സെൻട്രിസ്റ്റ് മിഡിൽ ഗ്രൗണ്ട് കൊണ്ടാണ് ഈ രാജ്യം ബാലൻസ് ആയി പോയെന്നുള്ളതാണ് സത്യം. ദശാബ്ദങ്ങളോളം ഈ ഹിന്ദു റൈറ്റ് വിങ്ങിന് ശക്തി കിട്ടായിരുന്നത് ഗോഡ്സെയുടെ ഒരു എക്സ്ട്രീം റിയാക്ഷൻ കൊണ്ടാണ്. ഗാന്ധി വധവും അതിനെ പിന്തുടർന്നുണ്ടായ ബാക്ക്ലാഷും ഒക്കെ കൊണ്ടാണ്. പക്ഷേ വീണ്ടും 90-കൾക്ക് ശേഷം 2000 ശേഷം ഇവിടെ ശക്തി വർദ്ധിക്കുകയാണ് എന്ന കാര്യം നിഷ്പക്ഷമായ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ കാണുകയാണ്. പക്ഷേ നമുക്ക് എന്നും ഒരു ഗാന്ധിയൻ കൺസെൻസസ്, ഒരു മിഡിൽ ഗ്രൗണ്ട് വേണം. പ്രണബ് കുമാർ മുഖർജിയെ പോലെ, വലിയൊരു പരിധി വരെ അരുൺ ജെയ്റ്റ്ലിയെ പോലെ, അല്ലെങ്കിൽ വെങ്കയ്യ നായിഡുവിനെ പോലെ. വെങ്കയ്യ നായിഡു ഒക്കെ ശക്തമായി ഇതിനെതിരെ പ്രതിഷേധം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ രീതിയിൽ ഇതിനെ സെൻസിറ്റീവായി കാണുകയും വെങ്കയ്യ നായിഡുവിന്റെ, അരുൺ ജെയ്റ്റ്ലിയുടെ, രവിശങ്കർ പ്രസാദിന്റെ അടക്കമുള്ള ലൈനുകളെ കൂടുതൽ എൻഹാൻസ് ചെയ്യുകയും മാത്രമാണ് വഴി. കുറെ കൂടെ ഉത്തരേന്ത്യയിലെ കുറച്ച് ക്രൂഡ് ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഒരു തീവ്ര സ്വഭാവവും മയമില്ലാത്ത ഭാഷയും ഉണ്ടെന്ന വിമർശനം സത്യമാണ്. ഖട്ടറിന്റെ ഒന്നും പ്രസ്താവന ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. സംവാദത്തിന്റെ പാത സ്വീകരിക്കണമെന്ന് താങ്കളും, എന്നാൽ സംവാദത്തിന്റെ പാത